ആനന്ദ്, ആനന്ദ്. അച്ഛൻ. അച്ഛാ. മോനെ, ഞാൻ ഇന്നലെ എത്തി. ദാസ് മരിച്ചു എന്നുള്ള കാര്യം എന്നെ വിശ്വസിപ്പിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. കൺമുന്നിൽ നിൽക്കിയ ദാസിങ്ങനെ എത്ര മറക്കാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല. അത് ഡ്രൈവറായിട്ടാണോ, കൂട്ടുകാരനായിട്ടാണോ, കൂടെപ്പുറപ്പായിട്ടാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അച്ഛാ, അത് നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അച്ഛനറിയില്ല. നിങ്ങളുടെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ മക്കളെ സ്നേഹിച്ചത് ദാസായിരുന്നു എന്ന്. അച്ഛൻ കയറി വാ. അച്ഛൻ ഇരിക്കുക. ആനന്ദ്, കല്യാണി എവിടെ? കല്യാണി മകൻ ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി കയറി വന്ന് അത് കൊടുക്കാൻ കഴിയാതെ തകർന്ന മനസ്സുമായി ഇറങ്ങിപ്പോയ ആ അച്ഛൻ്റെ പേരിൽ നിനക്കൊരിക്കൽ കരയേണ്ടി വരും. കല്യാണി, കല്യാണി, മോളെ. കല്യാണി, എന്താ ഇത്? മോളെ, പോയി. സാറിന്റെ അഖില മേഡത്തിന്റെയും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു നിങ്ങളുടെ അച്ഛൻ. പോയി. ഒന്നും പറയാതെ പോയി. ഒരക്ഷരം പറയാതെ പോയി. ഞങ്ങളോട് ആരോടും ഒന്നും പറഞ്ഞില്ല. ഇനി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് അച്ഛനില്ല. ഞങ്ങളിനി ആരെ കാത്തിരിക്കും? ചേച്ചി, മോളെ കല്യാണി, എന്ത് പറഞ്ഞ് നിങ്ങൾ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ
വാക്കുകൾക്ക് ഇവിടെ ഒരു അർത്ഥവുമില്ല. എന്റെ അച്ഛനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. കല്യാണി, കരയാതെ കല്യാണി. അനിയൻകുട്ടൻ കരയുന്നത് കണ്ടില്ലേ? ദേ, കണ്ടില്ലേ, ഞാനൊന്നും മിണ്ടാതിരുന്നിട്ട് പോലും ഞങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കായിരുന്നു അച്ഛൻ. ആ അച്ഛനോടാ ഞാൻ ഈ പാപമൊക്കെ ഞാൻ ഏത് ഗംഗയില് കുളിച്ചാല തീരെ. മോളെ, ഈ ഭൂമി ജനിക്കുന്ന എല്ലാവരും ഒരിക്കൽ മടങ്ങിപ്പോയേ പറ്റൂ. അതിനെ പിടിച്ചു നിർത്താനാവില്ല നമുക്ക്. ദാസിന്റെ സമയത്ത് മടങ്ങിപ്പോയി. സ്വയം സമാധാനിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല കുഞ്ഞെ. അനിയൻകുട്ടിന് നീ വേണം ധൈര്യം കൊടുക്കാൻ. മോളെ, അച്ഛന്റെ സ്ഥാനം എന്നെ ഏൽപ്പിച്ചിട്ടാ ദാസ് പോയത്. മോളെ കരയാതെ. നീ വേണ്ടേ അനിയൻകുട്ടിനെ സമാധാനിപ്പിക്കാൻ? ആനന്ദ്, തൽക്കാലം നീ പുറത്തേക്കൊന്നും പോകണ്ട. എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. മനസ്സിനെന്തോ വല്ലാത്ത ഭാരം. ഞാൻ ഇറങ്ങുന്നു. അങ്ങനെ 26 കൊല്ലം കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവൻ യാത്ര പോലും പറയാതെ കടന്നുപോയി. സ്നേഹിക്കുന്നവർക്ക് സ്വന്തം ഹൃദയം പോലും പറിച്ചെടുത്ത് കൊടുക്കാൻ മടിക്കാത്ത പാവം മനുഷ്യൻ. അച്ഛാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് ദാസനോട് ഒരു കാര്യത്തിലും മുഷിയേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവസാന വരവിൽ ഞാൻ പോലും ദാസനോട് പരുഷമായി സംസാരിച്ചു. ഒന്ന് മാപ്പ് പറയണമെങ്കിൽ പോലും ഇപ്പൊ ദാസന്റെ മുന്നിലില്ല. അച്ഛാ, അച്ഛൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ ദാസേട്ടൻ. ആ മനസ്സിനൊന്നും അച്ഛനോട് ആദരവും സ്നേഹവും മാത്രമേ ഉണ്ടാവുള്ളൂ. ആത്മാവിനും. അതങ്ങനെ അരവത്ത് ചില ജന്മങ്ങൾ ഒന്നും നേടാനാവാതെ മറ്റുള്ളവരുടെ മനസ്സിൽ നഷ്ടങ്ങൾ തീർത്തുകൊണ്ട് ഒരു തീരാ നൊമ്പരം പോലെ കടന്നുപോകും. അല്ലച്ച, അമ്മയുടെ കാര്യം പറഞ്ഞോ ബ്രോയോട്? ഇല്ല,
അതിനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ. പാവം കല്യാണി, ആ കണ്ണീര് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അല്ലച്ചാ, നമുക്ക് പോയാലോ? അഖില ആശ്രമത്തിൽ നിന്ന് തിരികെ വന്നില്ലല്ലേ? ഇല്ലച്ചാ, അതാ ഞാനവിടെ വണ്ടിയോട് വെയിറ്റ് ചെയ്യിപ്പിച്ച. നന്നായി. അവളില്ലാത്ത തൃച്ചമ്പരത്തേക്ക് ഏതായാലും ഞാനുമില്ല. ഞാൻ ആശ്രമത്തിലേക്ക് പോവുകയാണ്. നീ ഇവിടെ ഉണ്ടാവണം. ഞാൻ വിളിച്ചോളാം. അഖില വരുമോന്ന് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഏതായാലും എപ്പോഴായാലും വന്നല്ലേ പറ്റൂ. ഇരിക്കണം, ഞാൻ വിളിക്കാം. അഖില, 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 വാതിൽ തുറക്കൂ. ഞാൻ വന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ടും അഖില ഇറങ്ങി വന്നില്ല. എന്താ ഇത്? അഖില, വാതിൽ തുറക്കൂ. പിടിവാശി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അഖില തന്നെ കുറ്റസമ്മതം നടത്തിയതാണ്. എന്നിട്ടും അഖില തന്നെയാണല്ലോ പിടിവാശി തുടരുന്നത്. ഇത് ന്യായമാണോ അഖില? ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ് ശിവരാമകൃഷ്ണൻ. അഖിലയെ കാത്ത് ജലപാനം പോലും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ തമ്മിൽ സാരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലതാനും. പിന്നെന്തിനീ നിസ്സാര കാര്യത്തിന് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു? ഭർത്താവിനെ ഇങ്ങനെ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തുന്നത് ഒരു ധർമ്മഭക്തിക്ക് ചേർന്നതാണോ അഖില? പ്രശ്നം എന്തു തന്നെയായാലും അതിനൊരു പരിഹാരമില്ലേ? എന്താ അഖില ഇങ്ങനെയൊക്കെ? എത്രയോ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. എത്രയോ സാധുക്കൾക്ക് അന്നം കൊടുക്കുന്ന അഖില എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത്? ക്ഷമിക്കണം ഗുരുജി, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ഒരു പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കുന്ന മാർഗം ഇതാണോ അഖില? ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് കയറിയിരുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പരിഹരിക്കപ്പെട്ടതായി അഖില കേട്ടിട്ടുണ്ടോ? അഖില, എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് വേണ്ടത്? അത് നീ തുറന്നു പറ. കൃഷ്ണേട്ടാ, ആനന്ദിനോടുള്ള എൻ്റെ അമിതമായ സ്നേഹവും വാത്സല്യവും കാരണം എങ്ങനെയോ കല്യാണി എൻ്റെ ശത്രുവായി. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വളർത്തിയ മോനെ ഒത്തിരി വിഷമിപ്പിച്ചു. അവൻ സ്നേഹിച്ച് താലി കെട്ടിയ പെണ്ണിനെ ഒരുപാട് കരയിച്ചു. ആ കുറ്റബോധം എന്റെ മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കിയ. വിശ്വസിക്കാൻ കൃഷ്ണേട്ടാ, അഖില തന്നെ ഈ പറയുന്നത്. ഞാൻ പഴയ അഖിലാണ്ടേശ്വരി അല്ല കൃഷ്ണേട്ടാ.
കൃഷ്ണേട്ടൻ എന്നെ തീർത്തും വിശ്വസിക്കാം. എനിക്കെന്റെ മകനോടും മൂത്ത മരുമകളോടും പ്രായശ്ചിത്തം ചെയ്യണം. അതിനിപ്പോ ശിവരാമൻ എന്ത് ചെയ്യണമെന്നാണ് അഖില പറയുന്നത്? എനിക്കെന്റെ മകനോടും മരുമകളോടും ഒപ്പം താമസിക്കണം. ഞാൻ വിളിച്ച അവര് വരില്ല. കൃഷ്ണേട്ടൻ വിളിച്ച ആനന്ദ് കല്യാണിയും കൂട്ടി വരും. എന്റെ ഈ ആഗ്രഹം സാധിച്ചു തന്ന കൃഷ്ണേട്ടൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും. പക്ഷേ ആനന്ദും കല്യാണിയും എന്റെ കൂടെ ഉണ്ടാവണം. അതെ കൃഷ്ണേട്ട, എന്റെ മകന്റെ കുഞ്ഞ കല്യാണിയുടെ ഉദരത്തിൽ വളരുന്നത്. ഒരമ്മയെ പോലെ അവളെ എനിക്ക് നോക്കണം. അവൾക്ക് അമ്മയില്ലാത്തതാ. ആ കുറവ് അവൾക്ക് വരരുത്. എനിക്കെന്റെ മകന്റെ കുഞ്ഞിനെ താലോലിച്ച് താരാട്ടുപാടി ഉറക്കണം. ഇതൊരമ്മയുടെ അവകാശവും ആഗ്രഹവുമാ കൃഷ്ണേട്ട. ആദ്യം കൃഷ്ണേട്ടൻ ഇത് സാധിച്ചു തരാൻ നോക്ക്. എന്നിട്ട് കൃഷ്ണേട്ടൻ പറയുന്ന എന്തിനും ഞാൻ തയ്യാറാവും. ഗുരുജി, എല്ലാം മംഗളമാവും. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ശംഭോ മഹാദേവ. ഇത് മറ്റൊന്നുമല്ല, അമ്മ നടത്തുന്ന ഒന്നാം തരം നാടകം. ഉദ്ദേശിച്ച മനസ്സിലാവത്തത്. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആശ്രമത്തിലേക്ക് പോയി ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ അഭിനയം കണ്ട് ഹൃദയം തകർന്ന് വരാൻ നീ ഇത്ര നിഷ്കളങ്കനായി പോയല്ലോ അരവിന്ദ്. അല്ല ബ്രോ, അമ്മയാകെ മാറിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. മാറ്റം. അതിന് ഈ അഖിലാണ്ടേശ്വരി മാറി പുതിയൊരു അഖിലാണ്ടേശ്വരി വരണം. എന്താ നന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മയെ കാണിക്കുന്നതൊക്കെ സത്യസന്ധമായ സ്നേഹമാണെന്ന്? എന്താ നന്ദനയ്ക്കൊന്നും പറയാനില്ലേ? ആദ്യമൊക്കെ എനിക്കും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അഖിലാന്റിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നുകൂടാന്നുണ്ടോ? മനുഷ്യർക്ക് മാറ്റം വരും നന്ദന. അതൊരു പക്ഷേ കുറ്റബോധം കൊണ്ടുണ്ടാവുന്ന മാനസാന്തരമാവാം. പക്ഷെ നമ്മുടെ അമ്മ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി താൻ ചെയ്യുന്നതെല്ലാം ശരികളാണെന്ന് വിശ്വസിക്കുന്ന അപൂർവ ജന്മമാ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ കുറ്റബോധം ഉണ്ടാവും? അങ്ങനെ ഒരു കുറ്റബോധം ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറാൻ കഴിയില്ല. അങ്ങനെയല്ല ബ്രോ, ബ്രോ ഇല്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ ഒക്കില്ല. അത്രയ്ക്ക് ഇഷ്ടം അമ്മയ്ക്ക് ബ്രോയെ. അതേ ഇഷ്ടമാണ്, സമ്മതിച്ചു. അതെനിക്ക് അറിയുകയും ചെയ്യാം. അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാ. പക്ഷേ എന്റെ ഇഷ്ടങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലോ?